ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞിരിക്കുന്നു. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിക്കുന്നിൽ സുരേഷ് MP അയച്ച കത്തിനാണ് നഡ്ഡയുടെ മറുപടി. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബൽ, നേരത്തെ സുരേഷ് ഗോപി JP നഡ്ഡയെ കണ്ടിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പിഴവുകളാണ്, കുഴപ്പമാണ് എന്ന രൂപത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ കൊടിക്കുന്നിലിനോട് പരിശോധിച്ചു വരികയാണെന്ന് പറയുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ നോബൽ? സ്മൃതി, ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കത്തയച്ചത്. അതിൽ അദ്ദേഹം മറുപടിയായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ വിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഈ കത്തിൽ നിരവധി ആവശ്യങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് MP കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ കൃത്യമായ സമയത്ത് ഇവർക്ക് വേണ്ട ഓണറേറിയമോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവർക്ക് ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്ന ആവശ്യമായിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ലഭിക്കുന്ന ഹോണറേറിയം അത് വളരെ കുറവാണ്. അവർ ചെയ്യുന്ന ജോലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർ കിട്ടുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഇതിൽ നടപടി ആവശ്യപ്പെട്ടുണ്ടായിരുന്നു ഈ കത്ത് എന്നാണെങ്കിൽ നൽകിയത്. നിലവിൽ ഇതിൽ കേന്ദ്രമന്ത്രി ഈ വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സുരേഷ് ഗോപി പോയി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. കേന്ദ്രം അതിനു പിന്നാലെ ചില കണക്കുകളും പുറത്തേക്ക് വിട്ടിരുന്നു. ആ കണക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവാദങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയം കൃത്യമായി പരിശോധിച്ചു വരികയാണ് എന്നാണ് JP നദ്ദ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് മറുപടി കത്തിൽ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഒരുപക്ഷെ കേന്ദ്രം ഇക്കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷം ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും ആശാവർക്കർമാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു നടപടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ ഇപ്പോഴും അവർ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ സമരത്തിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ വനിതാ ദിനത്തിലും അവരുടെ സമരം അത് ഏറ്റവും ശക്തമായ നിലയിൽ അവിടെ തുടരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നവരും. സ്വാഭാവികമായും കേന്ദ്രത്തിലൂടെ ഒരു പരിഗണന ഇത് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഏറെ ആശ്വാസകരമായിരിക്കും. സ്മൃതി.